ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ചാലക്കുടി പുത്തൂരിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. മാലിന്യ കൂമ്പാരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. പ്രദേശത്തേക്ക് തീ പുക ഇങ്ങനെ പടർന്ന് പോകുന്നു. വലിയ തീപിടുത്തം എന്നാണ് മനസ്സിലാക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിന് നേരെയാണ് തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് സംഭവിച്ചത്, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് വിജയിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ് അരുൺ ശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചെയ്തത്. അരുൺ, എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്? തീ ഇപ്പോഴും പടരുകയാണോ? മാലിന്യ കൂമ്പാരം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ഒരിടത്താണോ തീപിടുത്തം ഉണ്ടായത്? ഇത് മാലിന്യ കൂമ്പാരത്തിലല്ല തീ പിടിച്ചിരിക്കുന്നത്, പറമ്പിനാണ്, വയലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് ഉണങ്ങിക്കിടക്കുമായിരുന്നു. അതിനാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയോരത്തോട് ചേർന്നാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വാഹന ഗതാഗതം കുറച്ചു നേരം ഇവിടെ തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് പതുക്കെയെങ്കിലും വാഹനങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. കാഴ്ചാ പരിധി പോലും ഇല്ല, ഒരു 5 മീറ്റർ പോലും ഇല്ല. അതിനകത്തേക്ക് പോയി ശ്വാസതടസ്സം, ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെ ഉണ്ടാകും. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പാതയുടെ ഭാഗത്തേക്കാണ്, അതായത് വടക്ക് നിന്ന് തെക്കോട്ടാണ് ഈ കാറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലാണ് പുക ഉയരുന്നത്. പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണാം. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉണങ്ങിക്കിടന്ന പറമ്പിനാണ്, വയലിനാണെന്നാണ് തോന്നുന്നു അതിന് തീ പിടിച്ചത്. കുറച്ച് സമയമായി ഇങ്ങനെ തീപിടുത്തം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നല്ല രീതിയിൽ തീ പടരുകയാണ്. അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടേ വരികയാണ്. എന്തായാലും വാഹനങ്ങൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അപകടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയുമായിരുന്നില്ല റോഡ്. എന്തായാലും വളരെ പതുക്കെ വാഹനങ്ങൾ മുന്നോട്ടെടുക്കുകയാണ്. പക്ഷേ അത് അപകടമുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ചൂട് സമയമാണ് അരുൺ ശങ്കർ. തീ അങ്ങനെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എത്രത്തോളം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? വലിയ തോതിൽ ഈ ഗതാഗതത്തെയൊക്കെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പുകച്ചുരുൾ എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പുകയാണ് ഉയരുന്നത്. റോഡിൻ്റെ അടുത്ത് വരെ റോഡിലുണ്ടായിരുന്ന ഈ കരിഞ്ഞതെല്ലാം കത്തി തീരുകയാണ്. അങ്ങനെ വലിയ പുകച്ചുരുൾ ഉയരുകയാണ്. അതുവഴിയാണ് വാഹനങ്ങൾ പതുക്കെ മുന്നോട്ട് വന്ന് കുറച്ച് സമയം ഒരു ഭാഗത്തേക്കുള്ള പാലക്കാട് ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടികൾ സാവധാനം മുന്നോട്ടേക്ക് എടുക്കുകയാണ്. അതും ഒരു അപകടത്തിന് സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിൽ പുക റോഡിലേക്ക്, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ്. എന്തായാലും വാഹനങ്ങൾ കടന്നു പോകുകയാണ്. ഫയർഫോഴ്സ് ഒരു ഭാഗത്ത് നിന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി കാറ്റാണ്. കാറ്റ് ശക്തമായി തന്നെ അടുക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ മറ്റൊരു കത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ തീ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പല ഭാഗങ്ങളായിട്ട് നമുക്കത് വലിയൊരു ഏരിയയാണ്, പരന്നു കിടക്കുന്ന വയലാണിത്. വലിയൊരു ഏരിയയാണ്. അവിടെ മുഴുവൻ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഇപ്പോഴും പുകച്ചുരുൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു പക്ഷേ ഒരു 10-15 മിനിറ്റ് കൂടുതലാകും. കാരണം ഇത്രയും കത്തിത്തീരണമെങ്കിൽ അത്രയും സമയമെടുക്കും. ഈ പ്രദേശത്ത് മുഴുവൻ തീ കത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ദേശീയപാതയുടെ വാഹന ഗതാഗതത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീ ഉയരുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പുകയാണ്. ശരിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പുത്തൂരിലെ ഒരു വയലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുകച്ചുരുളുകൾ ഉയരുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി സ്ഥലത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.